ഉപയോഗിക്കുന്ന കലാലയങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം കേരളത്തിലെ കലാലയങ്ങളിൽ വളരെ സജീവമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ ക്രിയാത്മകമായി ജനാധിപത്യപരമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ച് ഇത്തരം വിപത്തുകൾക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്താൻ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവും. അത് പലപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ വിമർശനം നടത്താൻ കരാറെടുത്തവർ മറന്നുപോകുന്ന കാര്യമാണ്. എന്തുകൊണ്ട് പഞ്ചാബിലെ ക്യാമ്പസ് പോലെ, ഡൽഹിയിലെ ക്യാമ്പസ് പോലെ, യുപിയിലെ ക്യാമ്പസ് പോലെ, തമിഴ്നാട്ടിലെ ക്യാമ്പസ് പോലെ, കർണാടകയിലെ ക്യാമ്പസ് പോലെ കേരളത്തിലെ ക്യാമ്പസുകൾ ഇതുപോലെ വലിയ നിലയിൽ ലഹരി കേന്ദ്രങ്ങളായി മാറുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലെ വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധമുള്ളവരാണ്, വിദ്യാർത്ഥി സംഘടനകൾ സജീവമാണ് എന്നുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാമായി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും.